താങ്ക് യു ഫോർ വാച്ചിങ്, താങ്ക് യു ഫോർ ജോയിനിങ്. ഇന്ന് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 12 പെരുന്നാളുകളിൽ ഒരു പെരുന്നാളാണ്, ഏറ്റവും വിസ്മരിക്കപ്പെടുന്ന പെരുന്നാൾ. അതിപ്രധാനമായ 12 ഫീസ്റ്റുകൾ എടുത്താൽ അതിലുള്ളൊരു ഫീസ്റ്റാണ് ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണ പെരുന്നാൾ. പലപ്പോഴും എല്ലാവരും വിസ്മരിച്ചു പോകുന്ന ഒന്നാണ്. നമ്മൾ ദുഃഖവെള്ളിയാഴ്ച അനുസ്മരിക്കും, ഈസ്റ്റർ അനുസ്മരിക്കും, ക്രിസ്മസ്, പിന്നെ മിക്ക പെരുന്നാളുകളും. പക്ഷേ ഈ സ്വർഗാരോഹണ പെരുന്നാൾ നമ്മൾ ഒരിക്കലും, വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ഓർക്കാറുള്ളത്. അതിൻ്റെ പ്രധാന കാരണം അതൊരു മിഡ് വീക്ക് ഫീസ്റ്റാണ്. ആഴ്ചയുടെ മധ്യത്തിലാണ്, വ്യാഴാഴ്ച ദിവസമാണ് ഈ പെരുന്നാൾ വരുന്നത്. അതുകൊണ്ട് ശനിയോ ഞായറോ ഒരു വീക്കെൻഡായിട്ട് വരുന്നില്ല. അതുപോലെ അതൊരു പബ്ലിക് ഹോളിഡേ ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ടില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷേ നമ്മളെ സംബന്ധിച്ച്, വിശ്വാസത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. മനുഷ്യവർഗത്തെ ഉദ്ധരിച്ച, പാതാളത്തിൽ നിന്നും, മരണത്തിൽ നിന്നും, കല്ലറയിൽ നിന്നും മനുഷ്യനെ ഉദ്ധരിച്ചു. നമ്മുടെ ഉദ്ധാരണം 3 തലത്തിലാണ് കർത്താവ് സാധിച്ചത്. ഒന്ന്, നമുക്ക് പാതാളത്തിൽ നിന്നുള്ള ഒരു മോചനം, മരണത്തിൽ നിന്നുള്ള ഒരു മോചനം, കല്ലറയിൽ നിന്നുള്ള ഒരു മോചനം. ഇപ്പൊ മനുഷ്യവർഗം കുടുങ്ങിക്കിടക്കുന്നത്, മരണത്തിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യൻ, കല്ലറയിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യൻ, പാതാളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യൻ. അപ്പൊ പാതാളത്തിന്റെയും മരണത്തിന്റെയും കല്ലറയുടെയും ചങ്ങലകളെ അവൻ തകർത്തു, അവൻ ഉത്ഥാനം ചെയ്തു. യേശുക്രിസ്തുവിനെ പലരും, ലോകം കാണുന്ന പല രീതിയില, ക്രൈസ്തവരിൽ പലരും കാണുന്നതും പല രീതിയില, വ്യത്യസ്ത രീതിയില. ഹി വാസ് നോട്ട് ജസ്റ്റ് എ ടീച്ചർ. നിശ്ചയമായും നമ്മുടെ കർത്താവ് നല്ലൊരു ഗുരുവായിരുന്നു. പക്ഷെ അവനൊരു ഗുരു മാത്രമായിരുന്നില്ല. അപ്പൊ അവനൊരു പ്രീച്ചറായിട്ട്, നല്ലൊരു പ്രസംഗകനായിട്ട്, നല്ലൊരു പ്രഭാഷകനായിട്ട്, അല്ലെങ്കിൽ നല്ലൊരു ഉപദേഷ്ടാവായിട്ട്, അല്ലെങ്കിൽ ഒരു പ്രവാചകനായിട്ട്, അല്ലെങ്കിൽ ഒരു മാതൃകാ പുരുഷനായിട്ട്, അല്ലെങ്കിൽ ഒരു ഹീറോയായിട്ട്, ഇങ്ങനെ പല രീതിയിലാണ് കാണുന്നത്. അല്ലെങ്കിൽ ഒരു അല്പം കുറഞ്ഞ ദൈവമായിട്ട്. പക്ഷെ അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. പാതാളത്തിൽ നിന്നും, കല്ലറകളിൽ നിന്നും, മരണത്തിൽ നിന്നും തന്നെയും മനുഷ്യവർഗത്തെ മുഴുവൻ അവൻ വിമോചിപ്പിച്ചു. അവൻ നമ്മുടെ മനുഷ്യത്വത്തെ ഷെയർ ചെയ്തു. നമ്മുടെ ഷെയർ ചെയ്യപ്പെട്ട ആ മനുഷ്യത്വത്തെ അവൻ തൻ്റെ ഉത്ഥാനത്തിലൂടെ നിത്യ മഹത്വത്തിലേക്ക് കൊണ്ടുവരികയും ഇപ്പോൾ ഈ സ്വർഗാരോഹണത്തിലൂടെ അവൻ പിതാവിനോട് പോയി ചേർന്ന് ഇരിക്കുകയും ചെയ്തു. ആ തൃത്വത്തിലേക്ക് മനുഷ്യത്വത്തെ അവൻ ആവാഹിച്ചു കൊണ്ടുപോയി. അപ്പൊ നമ്മുടെ സാൽവേഷന്റെ, നമ്മുടെ രക്ഷയുടെ ഏറ്റവും വലിയ അഷ്വറൻസ് ആണത്, ഏറ്റവും വലിയ ഉറപ്പ്. നമ്മുടെ മനുഷ്യത്വത്തെ അവൻ തൃത്വത്തിൽ കൊണ്ട് ചേർത്തു. ഇതിൽ പരം നമുക്കൊരു ഉറപ്പ് കിട്ടുവാനില്ല. നമ്മുടെ രക്ഷ കേവലം ഒരു പൊളിറ്റിക്കൽ അജണ്ട സക്സസ്ഫുൾ ആയിട്ട് ഇൻസ്റ്റോൾ ചെയ്യുന്ന ഒരു വ്യക്തിയെ ഫോളോ ചെയ്യുന്നതല്ല. ഇപ്പൊ ഇന്നലെ ഇന്നുമായിട്ട് ഫേസ്ബുക്കിൽ ധാരാളം പോസ്റ്റുകൾ കണ്ടു. നരേന്ദ്രമോദിയെ ഭഗവാന് തുല്യം ആരാധിക്കണം. ക്രിസ്ത്യാനികൾ എഴുതുന്നുണ്ട്. ഒരു കുപ്രസിദ്ധനായ മുൻ ക്രിസ്ത്യാനിയുണ്ട്, സാമുവൽ കൂടൽ എന്ന് പറയുന്നത്. അദ്ദേഹം എഴുതിയിട്ടുണ്ട് മോഡിയെ ആരാധിക്കണം. ധാരാളം ആളുകൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ അതങ്ങനെ ചിന്തിക്കുമ്പോൾ പലപ്പോഴും ആരാധന തോന്നുന്നത് സ്വാഭാവികമാണ്. പക്ഷെ നമ്മുടെ ആരാധന ഈ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് മാത്രമാണ്. കാരണം നമ്മുടെ മനുഷ്യത്വത്തെ അവൻ നിത്യമഹത്വത്തിലേക്കും അമരത്വത്തിലേക്കും ഉയർത്തി. ആ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന ആ ത്രിയേക ദൈവത്തിൽ നമ്മുടെ മനുഷ്യത്വത്തെ കൊണ്ടുപോയി വെച്ചു. അപ്പൊ ഇതൊരു പൊളിറ്റിക്കൽ അജണ്ടയുടെ വിജയകരമായിട്ടൊരു പൊളിറ്റിക്കൽ അജണ്ടയെ സാധിപ്പിക്കുന്നതല്ല.
പലപ്പോഴും അങ്ങനെ ആളുകൾ ഭ്രമിച്ചു വശമായിട്ടും ആരാധിച്ചിട്ടുമുണ്ട്. റോമൻ ചക്രവർത്തിമാരങ്ങനെ ആരാധന സ്വീകരിക്കുമായിരുന്നു. അവർ പൊന്തിഫിക് മാക്സിമസ് ആയിട്ട് ആരാധനയ്ക്ക് തന്നെ യോഗ്യരായിട്ട് സ്വയം അവരോധിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ നമ്മുടെ കർത്താവാണ് നമ്മുടെ മനുഷ്യത്വത്തിലേക്ക് ഇറങ്ങി വന്ന് ആ മനുഷ്യത്വത്തെ അവൻ ദൈവത്വത്തിലേക്ക് ഷെയർ ചെയ്ത് കൊണ്ടുപോവാണ്. സോ ദിസ് ഈസ് എ ഗ്രേറ്റ് ഫീസ്റ്റ് ഡേ. ഇതൊരു മഹത്തായ പെരുന്നാൾ ദിവസമാണ് കർത്താവിൻ്റെ സ്വർഗാരോഹണ പെരുന്നാൾ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്രയറുകളാലും ആദിമസഭ മനോഹരമായ പ്രാർത്ഥനകളാലും അതിമനോഹരമായ ഗീതങ്ങളാലും ഒക്കെ സെലിബ്രേറ്റ് ചെയ്ത എല്ലാ സഭകളും ഞാൻ ഓരോ സഭയുടെയും ലിറ്റർജിയിലൂടെ പോവായിരുന്നു. ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ചിൻ്റെ, ഷുവർലി അവർ ഈസ്റ്റേൺ ഓർത്തഡോക്സ് ആണ് എങ്കിൽ പോലും ഗ്രീക്ക് ഓർത്തഡോക്സിൻ്റെ ലിറ്റർജി, അതുപോലെ കോപ്റ്റിക് ഓർത്തഡോക്സിൻ്റെ ലിറ്റർജി ബ്യൂട്ടിഫുൾ ലിറ്റർജിയാണ്. ഗ്രീക്ക് ഓർത്തഡോക്സിൻ്റെ ലിറ്റർജിയിലൂടെ പോകുമ്പോൾ ഇവാനിയോസിൻ്റെ പ്രയറുകളാണ് അവർ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇവാനിയോസ് എന്ന് പറഞ്ഞാൽ അന്ത്യോക്യയുടെ ഇവാനിയോസ്, സ്വർണ്ണനാവുകാരനായ ഇവാനിയോസിൻ്റെ പ്രാർത്ഥനകളാണ് ഏറ്റവും കൂടുതൽ എല്ലാ സഭകളും ഈ സ്വർഗാരോഹണ പെരുന്നാളിൽ ഫോളോ ചെയ്യുന്നത്. സോ ദോസ് പ്രേയേഴ്സ് ആർ വെരി ബ്യൂട്ടിഫുൾ. നമുക്ക് സ്വർഗാരോഹണ പെരുന്നാളിൻ്റെ ചില പ്രാർത്ഥനകളെ നമുക്ക് ലിസൺ ചെയ്യാം. സ്വർഗാരോഹണ പെരുന്നാളിൻ്റെ ദൈവം തമ്പുരാനേ, ദൈവിക ഹല്ലേലൂയകളാലും നിർമ്മല ഗാനങ്ങളാലും മഹത്തര രാഗങ്ങളാലും പരിശുദ്ധാത്മാവിന്റെ രസകരമായ കീർത്തനങ്ങളാലും വിസ്മരണീയമായ സ്വർഗാരോഹണത്തിന്റെ മഹത്തരവും അതിശയകരവുമായ പെരുന്നാൾ ദിവസത്തെ കൊണ്ടാടുവാൻ ഞങ്ങളെ യോഗ്യന്മാരാക്കണമേ. വിസ്മയകരമായ നിന്റെ വെളിപാടിൻ ദിവസത്തിൽ വാനസേനകളോടൊന്നിച്ചു ചേരുവാൻ ഞങ്ങളെ അർഹരാക്കണമേ. അവരുടെ ഇടയിൽ അവരോടൊന്നിച്ച് നിന്റെ പരിശുദ്ധ നാമത്തിനും നിന്റെ പിതാവിനും വിശുദ്ധ റൂഹായ്ക്കും ഞങ്ങൾ പെരുന്നാൾ ആഘോഷിച്ച് സ്തുതി പാടുമാറാകണമേ. ഹോശോ വബ്ഖുസ്ബാൻ ലോൽമീൻ. How beautifully orchestrated prayers. വളരെ മനോഹരമായ പ്രാർത്ഥനകളാണ്. ഇപ്പം നിങ്ങൾ ഈ സ്വർഗാരോഹണ പെരുന്നാളിൻ്റെ ശുശ്രൂഷയ്ക്ക് പോകാൻ അവസരമുള്ളവർ പോവുക, അതിൽ ഇൻവോൾവ് ആകുക, അത് എൻജോയ് ചെയ്യുക. ഇപ്പം ആ പ്രാർത്ഥനയിൽ നമ്മൾ കേട്ട പോലെ ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായ്ക്കും സ്വർഗീയ മാലാഖമാരോട് ചേർന്ന് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. എത്ര ഉദാത്തമായിരിക്കുന്ന, എത്ര കൃത്യമായിരിക്കുന്ന ആരാധനയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ആരാധനയുടെ മഹത്വവും മഹാത്മ്യവും സൗന്ദര്യവും തിരിച്ചറിയാനാണ് ഞാനിതിങ്ങനെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ അടുത്ത പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകളിലേക്ക് നമുക്ക് കേൾക്കാം. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും ഇടവിടാതെ കരേറ്റുവാൻ അടിയങ്ങളെ യോഗ്യരാക്കണമേ. അപരിമിതനും അവർണ്ണനീയനും പരിശോധനീയനല്ലാത്തവനും താഴ്മയ്ക്കായി ഇറങ്ങി വന്ന് ഞങ്ങളെ തന്നോട് വെച്ച സ്വർഗത്തിലേക്ക് കയറ്റി മേലുള്ള സൈന്യങ്ങൾക്കുപരിയായി ഉയർത്തി തന്റെ പിതാവിന്റെ വലത്ത് ഭാഗത്തിരുത്തി അത്യുന്നതവാനും സുഗ്രാഹ്യമല്ലാത്ത തന്റെ വെച്ച സ്വർഗത്തിലേക്ക് കയറ്റി ഇറങ്ങി വന്ന് ഞങ്ങളെ. നിങ്ങൾ ഈ വരി ശ്രദ്ധിക്കണം. അപ്പൊ അടുത്തായിട്ട് പറയാൻ പോകുന്നത് ലിസൺ ചെയ്യാം. അതായത് ഞങ്ങളെ സ്വർഗത്തിലേക്ക് കയറ്റി. അപ്പൊ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കർത്താവ് സ്വർഗാരോഹണം ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വർഗാരോഹണം ചെയ്തു, മനുഷ്യവർഗം. അപ്പൊ ഈ ആശയമാണ് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ്ലീഹ എഫേസ്യർക്കാർക്ക് എഴുതുമ്പോൾ നമ്മളെ സ്വർഗസ്ഥലത്തിൽ ഇരുത്തിയിരിക്കുന്നു. വി ആർ സീറ്റഡ് വിത്ത് ക്രൈസ്റ്റ് ഇൻ ഹെവൻലി റിലംസ് എന്ന് പറയുമ്പോൾ അത് ആ ആശയമാണ്. ഇന്ന് കർത്താവ് സ്വർഗത്തിലേക്ക് പോയി, ഇനി കർത്താവ് വരും എന്ന് പറഞ്ഞ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സ്വർഗത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നു. സ്വർഗത്തിലേക്ക് കയറ്റി
മേലുള്ള സൈന്യങ്ങൾക്കുപരിയായി ഉയർത്തി താടിൻ ദിവസത്തിൽ മേലുള്ള സൈന്യങ്ങൾക്കുപരിയായി ഉയർത്തി. Now we are above all heavenly angels. Church is his body. നമ്മൾ ഓരോന്നും ലിസൺ ചെയ്യണം. വാനസേനകളോടൊന്നിച്ചു ചേരുവാൻ ഞങ്ങളെ അർഹരാക്കണമേ. ഘോഷിച്ച് സ്തുതി പാടുമാറാകണമേ. ഹോശോ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും ഇടവിടാതെ കരേറ്റുവാൻ അടിയങ്ങളെ യോഗ്യരാക്കണമേ. അപരിമിതനും അവർണ്ണനീയനും പരിശോധനീയനല്ലാത്തവനും താഴ്മയ്ക്കായി ഇറങ്ങി വന്ന് ഞങ്ങളെ തന്നോട് വെച്ച് സ്വർഗത്തിലേക്ക് കയറ്റി മേലുള്ള സൈന്യങ്ങൾക്കുപരിയായി ഉയർത്തി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുത്തി അത്യുന്നതവാനും സുഗ്രാഹ്യമല്ലാത്ത തന്റെ ശക്തിയാൽ കരേറി മേഘങ്ങളിലെത്തിയപ്പോൾ അവ തന്നെ സ്വീകരിക്കുകയും വീണ്ടും കയറിയപ്പോൾ ശ്രോഫന്മാരും അവിടെ കടന്നപ്പോൾ ക്രൂബന്മാരും അനന്തരം മൗത്തബന്മാരും അനന്തരം മോറാവോസന്മാരും തന്നെ കൈക്കൊള്ളുകയും എല്ലാ സ്വർഗീയ ഗണങ്ങളും ഉപരിസ്ഥലത്തെ ദൂതപ്രമുഖന്മാരും തന്നെ ബഹുമാനിക്കുകയും താൻ സ്വർഗാദി സ്വർഗങ്ങൾക്കപ്പുറം കയറി അതിലില്ലാത്ത മഹത്വത്തിൽ തന്റെ പിതാവിന്റെ വലതു ഭാഗത്ത് ഉപേക്ഷനാകുകയും. നിങ്ങൾ ആ പ്രയർ ശ്രദ്ധിക്കുക. നമ്മുടെ കർത്താവ് കടന്നു പോയപ്പം ആദ്യം മേഘങ്ങളിലൂടെ പോയി മേഘങ്ങൾക്കപ്പുറത്തേക്ക് കടന്നപ്പോൾ മാലാഖമാരുടെ ഓരോ ഗണങ്ങളും, നമ്മൾ 9 ഗണങ്ങളെക്കുറിച്ച് നമ്മൾ വിശദമായി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ഗണങ്ങളും കർത്താവിനെ വെൽക്കം ചെയ്യുകയാണ്. കാരണം ഇപ്പൊ ഗോഡ്മാൻ ആണ് ചെല്ലുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു മനുഷ്യനാണ് ചെല്ലുന്നത്. ഒരു മനുഷ്യൻ സാധാരണ ഒരു വീട്ടിൽ നിന്ന് രാവിലെ പതിവ് പോലെ ഇറങ്ങിപ്പോയതാണ് ഇവൻ, ഈ പയ്യൻ. അവൻ പോയി. പക്ഷേ അന്ന് വൈകുന്നേരം കുറച്ചു നേരത്തെ ഇവൻ വീട്ടിലേക്ക് വന്നു. അപ്പം പുറകിൽ പറമ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മ സീരിയൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് മുറ്റത്ത് ശബ്ദം കേൾക്കുന്നത്. അപ്പൊ മുമ്പിൽ പഠിച്ചുകൊണ്ടിരുന്ന ഇളയ പെങ്ങൾ പറഞ്ഞു, തോണ്ടേ ചേട്ടായി വന്നിരിക്കുന്നു, കൂടെ ഒരാളുമുണ്ട്. അപ്പൊ അമ്മ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പെണ്ണിന്റെ കൈക്കും പിടിച്ചിട്ടാണ് മകൻ വന്നിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ സീരിയലിലും സിനിമയിലൊക്കെ കാണുന്ന ഒരു പതിവ് നാടകമാണ്. ചിലർ പൊട്ടിത്തെറിക്കുന്നു, ചിലർ സ്വീകരിക്കുന്നു. ഇപ്പൊ ഒക്കെ സ്വീകരിക്കുന്നതിനാണ് സ്വീകാര്യത. ഇപ്പൊ സ്വർഗം വിട്ട്, ദൈവത്തോടുള്ള സമത്വം വിട്ട്, ദൂതന്മാരുടെ ആരാധന വിട്ട്, എല്ലാ മഹത്വവും വിട്ട് ഈ താന്ന ലോകത്തിലേക്ക് മനുഷ്യനായി ഇറങ്ങി വന്ന, ദൈവത്തോട് കൂടെയിരുന്ന ദൈവത്തിന്റെ ഓമന പുത്രൻ, ദൈവത്തിന്റെ മടിയിൽ പരിലസിച്ചിരുന്ന ദൈവത്തിന്റെ പുത്രൻ, അവനിപ്പോൾ തിരിച്ചു ചെല്ലുകയാണ്. മേഘങ്ങളെ കടന്ന് മലാഖമാരുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ അവൻ മനുഷ്യത്വവുമായിട്ടാണ് ചെല്ലുന്നത്. അവിടെയാണ് ഈ വെൽക്കത്തിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ. ഇവിടെ സ്വീകരിക്കപ്പെടുന്നത് മനവരാശി മുഴുവനാണ്. നമ്മളാണ് സ്വീകരിക്കപ്പെടുന്നത്. ഇവിടെ മഹത്വപ്പെടുന്നത് നമ്മളാണ്. മോറേവാസന്മാരും മൗദ്യാനന്മാരും ഈറന്മാരും സ്രോപ്പന്മാരും ക്രൂപന്മാരും അവനെ സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ നമ്മളെയാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് നാളെ പള്ളിയിൽ നിന്ന് ഈ ആരാധനയ്ക്ക് നിന്ന് ഇത് ശ്രദ്ധിക്കുമ്പം നിങ്ങളുടെ ഹൃദയം തുടിക്കണം. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളാണ് റിസീവ് ചെയ്യപ്പെടുന്നത്. നിങ്ങൾ സ്വീകരിക്കപ്പെട്ടെന്നാണ് അവിടെ വായിക്കുന്നത്, വേറെ ആരും സ്വീകരിക്കപ്പെട്ടെന്നല്ല. പ്രാർത്ഥിക്കുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കണം, ശ്രദ്ധിക്കുക. എല്ലാ സ്വർഗീയ ഗണങ്ങളും ഉപരിസ്ഥലത്തെ ദൂതപ്രമുഖന്മാരും നിന്നെ ബഹുമാനിക്കുകയും താൻ സ്വർഗാദി സ്വർഗങ്ങൾക്കപ്പുറം കയറി അതിലില്ലാത്ത മഹത്വത്തിൽ തന്റെ പിതാവിന്റെ വലതു ഭാഗത്ത് ഉപേക്ഷനാകുകയും ചെയ്തപ്പോൾ എല്ലാ ദൂതഗണങ്ങളും ഉച്ചസ്വരത്തിൽ കർത്താവിന്റെ ബഹുമാനം എന്നും വാഴ്ത്തപ്പെട്ടവനാകുന്നു. തന്റെ ശക്തിമത്തായ അന്തരീക്ഷത്തെ തന്നെ സ്തുതിപ്പിൻ, തന്റെ ബഹുശ്രേഷ്ഠതയെ തന്നെ സ്തുതിപ്പിൻ. ആകാശവും ഭൂമി തന്റെ മഹത്വവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു.
തന്റെ മഹത്വത്തിന് ഭൂമി മതിയാവില്ല എന്നുള്ള ഗാനം സ്വീകരിച്ചവനുമായ കർത്താവിന് സ്തുതി. തനിക്ക് സ്വർഗാരോഹണ പെരുന്നാളിന്റെ സന്ധ്യാ നമസ്കാരത്തിന്റെ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും തമ്പുരാനെ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും നിനക്ക് യോഗ്യമാകുന്നു. പ്രവാചകന്മാരാൽ സംസാരിക്കപ്പെട്ടവനും സ്ലീഹന്മാരാൽ പ്രസംഗിക്കപ്പെട്ടവനുമായ ദൈവവും സ്വർഗീയരാൽ ശുശ്രൂഷിക്കപ്പെടുന്ന രാജാവും ആഘോഷിക്കപ്പെടുന്ന കർത്താധികർത്താവുമായിരിക്കുന്ന താൻ ഇറങ്ങി വന്നപ്പോൾ ഭൗമികരെ സന്തോഷിപ്പിച്ചു. സ്വർഗാരോഹണം ചെയ്തപ്പോൾ സ്വർഗീയരെ അതിശയിപ്പിച്ചു. തന്റെ മനുഷ്യാവതാരത്താൽ മനുഷ്യരെ രക്ഷിച്ചു. ആരോഹണത്തിൽ മേലുള്ള സൈന്യങ്ങളെ വിസ്മയഭരിതരാക്കി. അവർ വാതിലുകളെ നിങ്ങളുടെ ശിരസ് ഉയർത്തുവിൻ, മഹത്വത്തിന് രാജാവ് നിങ്ങളെ പ്രവേശിക്കട്ടെ എന്നും അന്യോന്യം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. താൻ ആന്തരിക ശത്രുക്കളെ പോരിൽ ജയിച്ച പ്രബലനും ശക്തനും പരാക്രമനുമായ കർത്താവാകുന്നുവെന്ന് അവർ തമ്മിൽ ഗ്രഹിപ്പിച്ചിരുന്നു. താൻ മഹത്വത്തിലും ജയഘോഷത്തിലും മേൽപോട്ട് കയറി സ്വർഗാദി സ്വർഗത്തിൽ തന്നെ പിതാവിന്റെ വലത്ത് മഹത്വ സിംഹാസനത്തിൽ മേദിക്കുകയും ഇഴജന്തുവിനെ പോലെ നിലത്ത് കിടന്നിഴഞ്ഞ് അന്ധകാരത്തിന്റെ ആഴത്ത് താണു കിടന്നിരുന്ന ഞങ്ങളുടെ ജാതികളെ തന്നോടൊന്നിച്ച് കയറ്റുകയും. നിങ്ങൾ ലിസൺ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് നമ്മുടെ ഹൃദയം തുടിക്കും ഇത് കേൾക്കുമ്പോൾ. നമ്മുടെ കർത്താവ് സ്വർഗത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ദൂതന്മാർ പരസ്പരം പറഞ്ഞു, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുകയും പുരാതന കഥകളെ തുറന്നു തന്നെ ഇരിപ്പീൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. എന്നിട്ട് പറയാണ്, ആഴയുള്ള അന്ധകാരത്തിൽ ഇഴജാതിയെ പോലെ ഇഴഞ്ഞു നടന്ന അത്ര ഹീനാവസ്ഥയിലുള്ള ഞങ്ങളെ ഈ സ്വർഗത്തിലേക്ക് കയറ്റിയല്ലോ. നൗ വി ആർ സീറ്റഡ് വിത്ത് ക്രൈസ്റ്റ് ഇൻ ഹെവൻലി റെലംസ്. ഇതാണ് സ്വർഗീയ ആരാധന. ദിസ് ഈസ് ട്രൂ വർഷിപ്പ്. തന്റെ അവകാശത്തിൽ പിതാവിന്റെ പുസ്തകത്തിൽ എഴുതുകയും ചെയ്തു. ഞങ്ങളും ഇപ്പോൾ തന്റെ രക്ഷാകരമായ മനുഷ്യാവതാരത്തെ ഓർക്കുന്നു. ഞങ്ങളുടെ പക്കലുള്ള തന്റെ പ്രവർത്തനങ്ങൾക്കായി മേലുള്ള സൈന്യങ്ങളോടുകൂടി സന്തോഷത്തോടെ ആത്മീയാഘോഷം നടത്തുന്നു. ദീർഘദർശിമാരുടെയും സ്ലീഹന്മാരുടെയും കൂട്ടങ്ങളോടൊന്നിച്ച് ഇന്ന് അട്ടഹസിച്ച് പറയുന്നു, കർത്താവേ, നീ ജീവനാകുന്നു. നീ മൂലം പാപമരണത്തിൽ നിന്നും ഞങ്ങൾ ജീവൻ പ്രാപിച്ചു. നീ പ്രകാശമാകുന്നു. പണ്ട് അന്ധകാരത്തിലും മരണനിഴലിലും ഇരുന്ന ഞങ്ങൾ നിന്നാൽ പ്രകാശിതരായി. നീ വഴിയും വാതിലുമാകുന്നു. നിന്റെ സ്വർഗീയ പിതാവിന്റെ ഭാഗ്യകരമായ അവകാശത്തിലേക്ക് നീ മൂലം ഞങ്ങൾ തിരിച്ചു വന്നു. കരുണാനിധിയായ കർത്താവേ, നിന്നാൽ ഞങ്ങൾക്ക് നൽകപ്പെട്ട സകലത്തെയും ഞങ്ങൾ സ്മരിച്ചുകൊണ്ട് കടങ്ങളുടെ പരിഹാരവും പാപവിമോചനവും നിന്നോട് ഞങ്ങൾക്കുള്ള നിന്റെ നന്മ പ്രവർത്തനങ്ങളിൽ നിന്നും ക്ലേശം നിറഞ്ഞ ഈ ലോകത്തിലെ ഞങ്ങളുടെ അരിഷ്ടപര ജീവിതത്തിന് സഹായകരമായ സംഗതികളിൽ നിന്നും ഞങ്ങളെ ഉപേക്ഷിക്കരുതെന്നും നിന്റെ കൃപയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവാച്യ സന്തോഷങ്ങൾ സ്ഥിതി ചെയ്യുന്നതും മുടങ്ങാതെ സ്തുതി പാടുന്നതും നിന്റെ ഭക്തന്മാർക്ക് മതിവരാത്ത ആനന്ദങ്ങൾ ഉൾക്കൊണ്ടിരുന്നതുമായ സ്ഥലത്ത് അവസാനിച്ചു പോകാത്ത പെരുന്നാള് പരിശുദ്ധമായ ആഘോഷം നടത്തുന്ന നിന്റെ പരിശുദ്ധന്മാരുടെ സംഘങ്ങളിലേക്ക് ഞങ്ങളെ ചേർത്ത് യോജിപ്പായി ബന്ധിച്ചു കൊള്ളണമേ. അവിടെ നിത്യമായ നിന്റെ ലോകത്തിൽ ആത്മീയ രാജ്യത്ത് നിന്റെ പ്രസന്ന മുഖത്തിന്റെ കാന്തിയ ഞങ്ങളെ സന്തോഷിപ്പിച്ച് ആനന്ദിപ്പിക്കണമേ. ഞങ്ങളുടെ കുലത്തിന്റെ രക്ഷകനായ മിശിഹാ തമ്പുരാനെ, നിന്നെയും ഞങ്ങളെ രക്ഷയ്ക്ക് വാഞ്ചിക്കുന്ന നിന്റെ പിതാവിനെയും ഞങ്ങളുടെ കുറവുകളെ പരിഹരിക്കുന്നതിന്റെ വിശുദ്ധ റൂഹായെയും ഇപ്പോഴും എല്ലായ്പ്പോഴും ഞങ്ങൾ സ്തുതിച്ചു പുകഴ്ത്തുമാറാകണമേ.
ഹോശോ വക്കുസ്ബാൻ ലോൽമി. അപ്പൊ അവസാനം വന്നപ്പോൾ ആ തൃത്വത്തെ ആരാധിക്കുന്നത് കേട്ടോ. നിങ്ങൾ ഈ സുറിയാനി സഭയിലെ ആരാധന നോക്കുക, ഓരോ 5-6 മിനിറ്റ് ആകുമ്പോഴും ആ ട്രിനിറ്റിയെ മെൻഷൻ ചെയ്തിരിക്കും. അത് പ്രാർത്ഥനയായിരുന്നാലും പാട്ടായിരുന്നാലും ദിസ് ഈസ് ട്രൂ വർഷിപ്പ്, ദിസ് ഈസ് ട്രിനിറ്ററിയൻ വർഷിപ്പ്. ഇതാണ് യഥാർത്ഥ ആരാധന, ഇതാണ് യഥാർത്ഥ ആരാധന. നിങ്ങളത് ലിസൺ ചെയ്യാം. ദിസ് ഈസ് ജസ്റ്റ് എ ഫോർ ടേസ്റ്റ്. സോ നാളെ നിങ്ങൾ സ്വർഗാരോഹണ പെരുന്നാളിന് പോവുക. അപ്പൊ ഞാൻ മുഴുവൻ പ്രയറുകളും പ്ലേ ചെയ്യുന്നില്ല. എൻ്റെ ഈ മുഴുവൻ പ്രയേഴ്സും ഉണ്ട് ഇങ്ങനെ, ഞാനത് മുഴുവൻ പ്ലേ ചെയ്യുന്നില്ല. കാരണം ഇത് ഫോർ ടേസ്റ്റ് ആണ്, മുന്നാസ്വാദ്യമാണ്. നിങ്ങൾ നേരിട്ട് പോവുക, ഗെറ്റ് ഇൻവോൾവ് ഇൻ ടു ഇറ്റ്, വർഷിപ്പ് ചെയ്യുക കർത്താവിനെ. കാരണം നമ്മുടെ കർത്താവ് 2000 വർഷം മുമ്പ് ആ സ്വർഗത്തിലേക്ക് കയറിപ്പോയപ്പോൾ മനുഷ്യത്വമാണ് അവിടേക്ക് കയറിപ്പോയത്. കരഞ്ഞുകൊണ്ട് ഏദന്റെ പടി ഇറങ്ങിപ്പോകുന്ന ആദാം ഇവിടേക്ക് കടക്കരുതെന്ന് പറഞ്ഞ് കെരൂബുകൾ അവിടെ കാവൽ നിൽക്കുമ്പോൾ ഒടുക്കത്തെ ആദാം ആ മനുഷ്യത്വവുമായിട്ട് സ്വർഗത്തിന്റെ കവാടങ്ങളിലേക്ക് ചെല്ലുമ്പോൾ കെരൂബുകൾ ആർപ്പുവിളിയോടെ അവനെ സ്വീകരിക്കുകയാണ്. രാജാവെ നീ പ്രവേശിക്കുക, പുരാതന കഥകളെ തുറന്നിരിക്കുക, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ആരാണ്? വീരനായ യഹോവ. മനുഷ്യത്വം ദൈവസിംഹാസനത്തിൽ ഇരിപ്പുറപ്പിച്ചിരിക്കുന്നു. ദാറ്റ് ഈസ് ദ അഷ്വറൻസ് ഓഫ് അവർ സാൽവേഷൻ. ആ പ്രയറിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയത്തില്ല. ആ പ്രയർ പറയുകയാണ്, ഞങ്ങളുടെ കുലത്തിന്റെ രക്ഷകനെ. നിങ്ങൾ വീണ്ടും ശ്രദ്ധിക്കണം. ഒന്നുകൂടെ പ്ലേ ചെയ്യാം ആ ഭാഗം. നിന്റെ പ്രസന്ന മുഖത്തിന്റെ കാന്തിയ ഞങ്ങളെ സന്തോഷിപ്പിച്ച് ആനന്ദിപ്പിക്കണമേ. ഞങ്ങളുടെ കുലത്തിന്റെ രക്ഷകനായ മിശിഹാ. കേട്ടോ, ഞങ്ങളുടെ കുലത്തിന്റെ രക്ഷകനായ മിശിഹായി എന്ന് പറഞ്ഞാൽ അത് ഈ ഞങ്ങളുടെ കുലം എന്ന് ഉദ്ദേശിക്കുന്ന ആര്? ഞങ്ങളുടെ കുലം എന്ന് പറഞ്ഞാൽ സുറിയാനി ക്രിസ്ത്യാനികളുടെ കാര്യമല്ല, ഓർത്തഡോക്സുകാരുടെ കാര്യമല്ല. അത് പ്രത്യേകിച്ച് ഓർത്തഡോക്സിലെ ബാബ കച്ചിയുടെയോ മെത്രാൻ കച്ചിയുടെയോ ഒന്നുമല്ല. ഞങ്ങളുടെ കുലത്തിന്റെ രക്ഷകൻ എന്ന് പറഞ്ഞാൽ മനുഷ്യ കുലത്തെ കുറിച്ചാണ് പറയുന്നത്. ഇത്ര ഉദാത്തമായ പ്രാർത്ഥന എവിടെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും? ഏത് പള്ളിയിൽ പോയാൽ കേൾക്കാൻ പറ്റും? വേറൊന്നും ഇത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയത്തില്ല. ദിസ് ഈസ് ഫ്രം ദ വെരി ഓൺ ഹാർട്ട് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള പ്രാർത്ഥന. ഞങ്ങൾ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ എന്ന് വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞ ആ ക്രിസ്തുവിന്റെ മനസ്സിന്റെ പരിച്ഛേദം, ക്രിസ്തുവിന്റെ ആ ഹൃദയത്തുടിപ്പുകൾ പ്രതിധ്വനിക്കുന്ന പ്രാർത്ഥനകളാണ് നമ്മൾ ഈ കേൾക്കുന്നത്. ഞങ്ങളുടെ കുലത്തിന്റെ രക്ഷകനെ എന്ന് പറഞ്ഞാൽ മുഴുവൻ മനുഷ്യവർഗത്തിന്റെയും പ്രതിനിധിയായിട്ടാണ് പുരോഹിതൻ ഈ പ്രാർത്ഥന അർപ്പിക്കുന്നത്. മുഴുവൻ മനുഷ്യവർഗത്തെയും എംപ്രൈസ് ചെയ്യുന്ന പ്രയറാണ്. ഞാനിത് പറയുന്നത് ഒരിക്കലും ഒരു നിങ്ങൾ പലപ്പോഴും ചിന്തിക്കും എന്തുകൊണ്ടാണെന്ന്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഓർത്തഡോക്സ് സഭയിലെ ഒരു അച്ഛനെ കണ്ടു. 84 വയസ്സുള്ള ഒരു അച്ഛനാണ്. യാദൃശ്യമായിട്ട് കണ്ടതാണ്. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു, ആരോ അദ്ദേഹത്തോട് ഞാൻ ഓർത്തഡോക്സിൽ പ്രസംഗിച്ചു. അദ്ദേഹം എന്നോട് ഇങ്ങനെ ചിന്തിക്കാൻ എന്താണ് കാരണം? ആളുകൾക്ക് സംശയം എന്തുകൊണ്ട് ചിന്തിച്ചു. ഞാൻ ചിന്തിച്ചതാണ് വേൾഡ് വ്യൂ. ക്രിസ്തുവിന്റെ മനസ്സുള്ള പ്രാർത്ഥനകൾ, ഇടുക്കമില്ലാത്ത പ്രാർത്ഥനകൾ, വെറുപ്പും പകയും വിദ്വേഷവും നീരസവും ഇല്ലാത്ത പ്രാർത്ഥനകൾ, ശാപവും ശകാരവും ഇല്ലാത്ത പ്രാർത്ഥനകൾ വേറൊന്നുമില്ല. ഇവിടെ ഇതാണ് രക്ഷ, മനുഷ്യവർഗത്തിന്റെ രക്ഷ, മനുഷ്യവർഗത്തെ സ്നേഹിക്കും. ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്, ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്, ലോകത്തെ മുഴുവൻ സ്നേഹിച്ച ആ സ്നേഹം. അപ്പൊ ഈ ലോകത്തെ വാരിപ്പുണരുന്ന ദൈവത്തിന്റെ സ്നേഹം അതേപടി പ്രദർശിപ്പിക്കപ്പെടുന്ന ആ സ്നേഹത്തിന്റെ ഇഴതുന്നിച്ചേർത്തിരിക്കുന്ന പ്രാർത്ഥനകളെ കാണാൻ കഴിയുന്ന ഇവിടെയാണ്. അത് ഞാൻ കണ്ടെത്തി. അല്ലാതെ ഞാൻ മറ്റൊരു ആശയത്തിലല്ല പറയുന്നത്, മറ്റൊരു ആശയത്തിലല്ല. നമ്മുടെ കർത്താവ്
എന്തിനാണ് ക്രൂശിക്കപ്പെട്ടത്, എന്തിനാണ് ക്രൂശിൽ മരിച്ചത് എന്ന ചോദ്യത്തിന് ഞാൻ ഉൾപ്പെട്ടു നിന്ന പെന്റക്കോസ്റ്റ് സർക്കിളിൽ, ആ തിയോളജിയിൽ യുക്തിസഹമായ സംതൃപ്തിജനകമായ ഉത്തരമില്ല. യുക്തിസഹമായ സംതൃപ്തിനെ, സാറ്റിസ്ഫൈങ് ആൻഡ് ലോജിക്കൽ ആൻസർ ഐ കുഡ് നോട്ട് ഫൈൻഡ് എനിവെയർ. പക്ഷെ ആ ഉത്തരം, നമ്മുടെ കർത്താവിന്റെ ക്രൂശീകരണത്തെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള യുക്തിസഹവും സംതൃപ്തിദായകവുമായിരിക്കുന്ന ഉത്തരം സുറിയാനി സഭയുടെ പ്രാർത്ഥനകളിൽ, സെതറാകളിൽ, പ്രുമിയോനുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോഴാണ് ഞാൻ അതിലേക്ക് ശ്രദ്ധയെ തിരിച്ചത്. ഇൻകാർണേഷൻ. ഓരോ ഭാഗങ്ങളും നോക്കുമ്പോൾ ഏറ്റവും പെർഫെക്റ്റ് തിയോളജി അവിടെയാണ് കാണുന്നത്. ദിസ് ഈസ് മൈ കൺഫെഷൻ. ഞാൻ പറയുന്നത് ഞാൻ കണ്ടെത്തിയത് അതാണ്. ഞാൻ എൻ്റെ നല്ല യൗവനത്തിൽ, നല്ല പ്രായത്തിൽ എനിക്ക് സാധ്യതകൾ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ സുറിയാനി സഭ ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ സ്നേഹിച്ച്, യേശുക്രിസ്തു എന്ന ആ സത്യം, യേശുക്രിസ്തു എന്ന ആ ദൈവപുത്രൻ, സത്യദൈവത്തെ ആരാധിക്കണം, സത്യദൈവത്തിന് വേണ്ടി ജീവിക്കണം എന്ന ആഗ്രഹത്തിൽ ഞാൻ കൊട ഉണ്ടാക്കിക്കൊണ്ടിരുന്നതിനിടയിൽ വെളിപ്പാടുണ്ടായി ഇറങ്ങിയതല്ല. ജീവിക്കാൻ നിർവാഹമില്ലാതെ ഇറങ്ങിയതല്ല. രോഗം വന്നപ്പോൾ മാറിയതല്ല. ഒരൊറ്റ ഗോളേ ഉണ്ടായിരുന്നുള്ളൂ: കർത്താവിനെ യഥാർത്ഥത്തിൽ അറിയണം, കർത്താവിനെ യഥാർത്ഥത്തിൽ സേവിക്കണം, കർത്താവിനെ യഥാർത്ഥത്തിൽ സ്നേഹിക്കണം. ആ ഒരൊറ്റ ഗോളുകൊണ്ട് ഇന്ന് പല ആളുകളും, വാചടിക്കുന്ന പല ആളുകളും, അല്ലെങ്കിൽ എനിക്കെതിരെ ഗീർവാണം മുഴക്കുന്ന ആളുകൾ, they don't have such a credential. ഞാനൊരു മെന്റൽ ബ്രേക്ക് ഡൗൺ വന്നിട്ട് പെന്റക്കോസ്റ്റ് വന്നതല്ല. വിവാഹമോചനം നടത്തിയിട്ട് രണ്ടാമത് കല്യാണം കഴിക്കാൻ തിരുസഭ അനുവദിക്കാത്തത് കൊണ്ട് പെന്റക്കോസ്റ്റ് വന്ന് 2-3 കെട്ടാൻ വേണ്ടി വന്നതല്ല. ബിസിനസ് പൊട്ടിപ്പോയപ്പം പെന്റക്കോസ്റ്റ് വന്നതല്ല. പഴയ കാലത്ത് ഒരു ചൊല്ലുണ്ട്: ഈ നായർ നശിച്ച ചായക്കട തുടങ്ങും, നസ്രാണി നശിച്ച കശാപ്പ് തുടങ്ങും. അങ്ങനെയായിരുന്നു ഞങ്ങളുടെയൊക്കെ നാട്ടിൽ. സാമ്പത്തികമായി തകർച്ച വരുന്ന ക്രിസ്ത്യാനി ഏറ്റവും തകർന്നു പോകുന്നവനാണ് കശാപ്പ് നടത്തുന്നത്, ഏറ്റവും കുറഞ്ഞവൻ. ഒരു നിവൃത്തിയില്ലേ. നായന്മാര് ഈ സ്വത്തൊക്കെ നഷ്ടപ്പെട്ടു കഴിയുമ്പോ ഈ ചായക്കടയും കൊണ്ടിറങ്ങും. ഇന്നൊന്നും അല്ല, അന്നത്തെ കാലത്ത്. ഇന്ന് ചായക്കട എന്നൊക്കെ പറഞ്ഞ കോടീശ്വരന്മാരൊക്കെയാണ് റെസ്റ്റോറന്റ് നടത്തുന്നത്. അത് പഴയ കാലം. ഇടക്കാലത്ത് നായരെന്നില്ല, നസ്രാണിന്നില്ല, മുസ്ലിം എന്നില്ല, ഈഴവനെന്നില്ല, നശിക്കുന്നവർക്കെല്ലാം ഇറങ്ങാൻ പറ്റിയ ഒരു കടവാണ് പെന്തക്കോസ്റ്റ്. കാരണം 3 മാസത്തെ ക്രാഷ് കോഴ്സ് പോലും വേണ്ട, ഉപദേശിയാകാം, പണമുണ്ടാക്കാം. 3 മാസത്തെ ക്രാഷ് കോഴ്സ് പോലും വേണം, ഒന്നും വേണം. ഇത് എടുത്തിട്ട് കുറച്ചിങ്ങനെ വായിട്ടളയ്ക്കാൻ കഴിവുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വാക്യം എടുക്കുക, എന്തെങ്കിലും തോന്നുന്നെല്ലാം പറയുക, 2 പാട്ട് പാടുക, ഒച്ചയിൽ ചാടുക, കൈകൊട്ടുക. ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് പെന്തക്കോസ്റ്റിൽ ഇതാണ് സ്ഥിതി. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പെന്തക്കോസ്റ്റ് വിശ്വാസികളും നെഞ്ചത്ത് കൈവച്ചിട്ട് പറയാൻ പറ്റുമോ അല്ലെന്ന് പറയാൻ പറ്റുമോ? ഏതെങ്കിലും തരത്തിലുള്ള ദൈവവിളിയുള്ളവർ, ഏതെങ്കിലും തരത്തിലുള്ള ദൈവശാസ്ത്ര പഠനമുള്ളവർ ആണോ? അവരെയാണോ നിങ്ങൾ ഉയർത്തിക്കൊണ്ട് നടക്കുന്നത്? എന്നെ സംബന്ധിച്ച് ഞാൻ പെന്തക്കോസ്റ്റിൽ വന്നത്, ഞാൻ കർത്താവിനെ സ്നേഹിച്ചു. ഏറ്റവും പ്യൂരിറ്റിയിൽ, ഏറ്റവും കൃത്യമായിട്ട്, ഏറ്റവും ബെസ്റ്റ് ഉപദേശത്തിൽ, ഏറ്റവും മികച്ച രീതിയിൽ തന്നെ കർത്താവിനെ സ്നേഹിക്കണം, സേവിക്കണം, ആരാധിക്കണം എന്നുള്ള ഒരൊറ്റ ഗോളിലാണ്. കാരണം തിരക്കറിയാം, എനിക്ക് നഷ്ടം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ പെന്തക്കോസ്റ്റിൽ വന്നുകൊണ്ട്. കഴിഞ്ഞ ദിവസം ഈ ഫേസ്ബുക്കിലൊക്കെ ഓരോന്ന് പറയുന്ന അനിൽ എന്ന് പറഞ്ഞ ഒരു സാധു സഹോദരനുണ്ട്. അദ്ദേഹം ആരോപിച്ചു, ഞാൻ പെന്തക്കോസ്റ്റിൽ വന്ന് എന്തോ പൈസ വാങ്ങിച്ചെന്നോ, കോടിക്കണക്കിന് ഡോളർ ഉണ്ടാക്കിയോ. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നത് കേട്ടു,
ഉണ്ടാക്കുന്നില്ലെന്ന്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ധാരണ പലർക്കും ഉണ്ട്. ഞാന് 4 നൂറ്റാണ്ട് പെന്തക്കോസ്ത് നിന്നിട്ട് ഒരു പൈസ ഉണ്ടാക്കിയിട്ടില്ല. ഇനി ആരെങ്കിലും എനിക്ക് എന്തെങ്കിലും, ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ആരെങ്കിലും എനിക്ക് എന്തെങ്കിലും തന്നു എന്നൊരു അവകാശവാദം ഉണ്ടെങ്കിൽ, ഇനി അതൊരു മീറ്റിങ്ങിൽ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ അവിടുന്ന് പെട്രോൾ അടിക്കാനോ എല്ലാം തന്ന ഒരു 500 രൂപ ആയിക്കോട്ടെ, ആ 500 രൂപ പോലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിയിച്ചാൽ മതി, ഇപ്പൊ തിരിച്ചു തന്നേക്കാം. ഇങ്ങനെ പറയുന്നതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. വളരെ അപൂർവ സ്ഥലത്ത് നിന്ന് നിസ്സാര പൈസ മാത്രം അവർക്ക് നിർബന്ധിച്ച് എനിക്ക് തന്നിട്ടുള്ളതേ ഉള്ളൂ. അത് എത്ര രൂപ ആരൊക്കെ തന്നെന്ന് എനിക്ക് കൃത്യം അറിയാം. അതുകൊണ്ട് എനിക്ക് ആ പൈസ തിരിച്ചു കൊടുക്കാൻ ഞാൻ പിന്നെയും പറയാണ്, ബാങ്കിൽ പോയൊന്നും പൈസ എടുക്കേണ്ട ആവശ്യമില്ല. ചുമ്മാ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കാനുള്ള നിസ്സാര പൈസയുള്ളൂ. അത് വളരെ സ്നേഹിച്ച് സന്തോഷം കൊണ്ട് തന്നാണ്, നിസ്സാര പൈസ. കാരണം പൊതുവെ ഞാൻ അങ്ങനെ ഒരു പൈസ മേടിച്ചിട്ടില്ല, പൈസ ഉണ്ടാക്കിയിട്ടില്ല. എനിക്കിതിപ്പോ ഇത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ എനിക്ക് നഷ്ടം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഞാൻ ഈ പെന്തക്കോസ്തിലേക്ക് വന്നത്. ഇനി പെന്തക്കോസ്തുകാർ എന്നോട് കടപ്പെട്ടിരിപ്പുണ്ട് ഒരുപാട് സ്ഥലത്ത്. അതെല്ലാം പറഞ്ഞാലോ അല്ലാതെ ഞാൻ അങ്ങോട്ടൊന്നും കടപ്പെട്ടിട്ടില്ല, ഒന്നും കടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ആരോപണങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല. ഞാൻ എൻ്റെ അന്വേഷണങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. അപ്പൊ ഇതാണ് ഏറ്റവും സത്യമായിട്ടുള്ളത്. ഏറ്റവും ബെസ്റ്റ് ക്രിസ്ത്യാനിറ്റിയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് വിഭാഗത്തിൽ നിൽക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ പെന്തക്കോസ്ത്. അവിടെ ഞാൻ ഏറ്റവും ആത്മാർത്ഥമായിട്ട് നിന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ മുന്നോട്ട് പോയപ്പോ പഠിച്ച് മുന്നോട്ട് നീങ്ങി വന്നു കഴിഞ്ഞപ്പോ അത് മുഴുവൻ പൊരുത്തക്കേടുകളാണ്. പൊരുത്തക്കേടുകളിൽ അടിസ്ഥാനപ്പെട്ട് നിൽക്കുന്നു. വൈരുദ്ധ്യങ്ങൾ, കോൺട്രഡിക്ഷൻസ്, കോൺഫ്ലിക്റ്റുകൾ 1 by 1 ആയിട്ട് കാണുകയാണ്. ഉപദേശങ്ങൾ, അതിന്റെ പ്രോപ്പർ തിയോളജി മുഴുവൻ തെറ്റ്, ന്യൂമാറ്റോളജി തെറ്റ്, എസ്കറ്റോളജി ശുദ്ധ ബ്ലണ്ടർ, എക്ലീഷിയോളജി തെറ്റ്, ഏഞ്ചലോളജി അവ്യക്തമാണ്. ഏഞ്ചലോളജി നത്തിങ് ഈസ് ദെയർ. ആന്ത്രോപോളജി ശുദ്ധ അബദ്ധം. അപ്പോൾ ഞാൻ അന്വേഷിച്ച് ഓരോ ബ്രാഞ്ചും നോക്കുമ്പോൾ ആ ബ്രാഞ്ചിന്റെ കോറിൽ ചെന്ന് കഴിയുമ്പോൾ ഞാൻ കാണുന്നത് സുറിയാനി സഭയുടെ എഴുത്തുകൾ, ആദിമ സഭയുടെ എഴുത്തുകൾ. ഇപ്പൊ ഇവരിതിനെ പറ്റിയൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്. സുറിയാനി സഭ അതാണ്, സുറിയാനി സഭ അല്ലായിരുന്നു, ഇങ്ങനെയൊക്കെ പല വാദങ്ങളും ഉണ്ട്. ഇപ്പൊ ഈ ജോൺ ക്രിസോസ്റ്റം അല്ലെങ്കിൽ സ്വർണ്ണനാവുകാരനായ ഈമാനിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അന്ത്യോക്യയിലെ ബിഷപ്പായിരുന്നു. അന്ത്യോക്യയിലെ ബിഷപ്പിനെ കോൺസ്റ്റാന്റിനോപ്പിളുകാരൻ ക്ഷണിച്ചു കൊണ്ടുപോയി അവിടെ പാത്രിയർക്കീസ് ആക്കുമായിരുന്നു. അപ്പൊ ഗ്രീക്ക് സഭയും ഈ അന്ത്യോക്യൻ സഭയും കോൺസ്റ്റാന്റിനോപ്പിൾ സഭയും ആ സഭകളെല്ലാം വളരെ സ്നേഹത്തിലും സഹവർത്തിത്വത്തിലും ദൈവശാസ്ത്രം ഷെയർ ചെയ്തുള്ള സഭകളാണ്. ലേറ്റർ പോയിന്റ് മാത്രമാണ് ഒരു ചെറിയ കോൺഫ്ലിക്റ്റ്, അവർക്ക് ചെറിയ വ്യത്യാസം വന്നത്. അപ്പൊ അല്ലാതെ ഞാൻ ആ സഭകളെയൊന്നും വ്യത്യസ്തങ്ങളായ സഭകളായിട്ടൊന്നും കാണുന്നില്ല, ഒരേ സ്ട്രീമാണ്. അതുകൊണ്ട് ആ ദൈവശാസ്ത്ര സ്ട്രീമിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവിടെ നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവിടെയായിരുന്നു ഈ ട്രൂത്ത് മുഴുവൻ കാണുന്നത്. കാരണം അവിടെയാണ് ദൈവത്തെ ധരിച്ചവരും സ്ലീഹായി കടുത്തവരും ഒക്കെ ആയിട്ടുള്ള വിശുദ്ധന്മാരെ കാണുന്നത്. അവരുടെ ലൈഫ് പഠിക്കുമ്പോൾ, അവരുടെ റൈറ്റിംഗ്സ് വായിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടും. അല്ല, ഇത് ചുമ്മാതെ ഞാൻ ഒരു ഇളക്കം കയറിയിട്ട് ഇതുണ്ട്. ഇത് നമ്മളിപ്പോ ഇവിടെ നോക്കിക്കഴിയുമ്പോ ചുമ്മാ ഇരുന്ന് പറയുന്നതല്ല. ഇതിപ്പോ ഏൻഷ്യൻ ക്രിസ്ത്യാനിറ്റിയുടെ എൻസൈക്ലോപീഡിയ ആണ്. നിങ്ങൾക്ക് ഇത് മേടിക്കാൻ കിട്ടും ഓൺലൈനിൽ. ചുമ്മാ മേടിച്ചൊന്ന് വെച്ചിട്ട് വായിക്കുക. ഇതുണ്ട്, ഇത് ഒരെണ്ണമല്ല, പല വോളിയുണ്ട്. ഇങ്ങനെ ഇത് മേടിച്ചിട്ട് ഇന്ന് വായിക്കണം, ഇങ്ങനെ ഇത് നോക്കണം. നോക്കിക്കഴിയുമ്പോൾ മനസ്സിലാവും എന്തായിരുന്നു ക്രിസ്ത്യാനിറ്റി. ആ ക്രിസ്ത്യാനിറ്റി എന്തായിരുന്നുള്ള എന്റെ അന്വേഷണം എത്തിച്ചെന്നത് ആ സത്യമായ സഭയിലാണ്.
അവിടെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും എനിക്ക് മനസ്സിലായി, ഞാൻ ഇറങ്ങിപ്പോന്ന അതായിരുന്നു സത്യസഭ. എന്തൊരബദ്ധമായി പോയി. അപ്പം അതായിരുന്നു സത്യസഭ. അപ്പൊ അവിടെ നിന്നാണ് നമ്മൾ പോകുന്നത്, ആ സത്യസഭയിൽ നിന്ന് അവിടുന്ന് ഒരു പോരിച്ചാണ് പോകുന്നത്. അപ്പൊ നമ്മുടെ കർത്താവിന്റെ സ്വർഗാരോഹണ പെരുന്നാൾ ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു. നല്ലൊരു പെരുന്നാൾ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. കാരണം ഇതൊരു പെരുന്നാളായിട്ട് ഇന്ന് ആരും റെക്കഗ്നൈസ് ചെയ്യുന്നില്ല, ആർക്കും അറിയത്തില്ല. പക്ഷേ നമ്മുടെ കർത്താവ് നമ്മുടെ മനുഷ്യത്വവുമായി സ്വർഗത്തിലേക്ക് കയറിപ്പോയി. വി ആർ സീറ്റഡ് വിത്ത് ക്രൈസ്റ്റ്. നമ്മുടെ രക്ഷ എന്നേക്കുമായി ഉറപ്പിച്ചു. അഷ്വേർഡ് ഫോർ എവർ, ഫോർ എവർ ആൻഡ് എവർ. അതുകൊണ്ടാണ് നമ്മൾ ആ പ്രേയറിനകത്ത് കേട്ടല്ലോ, സ്വർഗവും ഭൂമിയും നിന്റെ മഹത്വങ്ങൾ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാനെ, നീ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഉയരങ്ങളിൽ ഊശാന. നമുക്ക് ആ ദൈവത്തെ അങ്ങനെ ആരാധിക്കാൻ കഴിയണം. നമ്മുടെ കർത്താവിൽ നമ്മുടെ മനുഷ്യത്വം ഉൾപ്പെട്ടിരിക്കുന്നു. സോ നമ്മുടെ രക്ഷ ഏറ്റവും ഉറപ്പുള്ളതാണ്. നമ്മുടെ മനുഷ്യകുലത്തിന്റെ മുഴുവൻ രക്ഷകനായിട്ട് ക്രിസ്തു പിതാവിന്റെ സന്നിധിയിലേക്ക് കയറിപ്പോയിരിക്കുന്നു. സോ ലെറ്റ് us rejoice in that. നമുക്ക് അതിൽ സന്തോഷിക്കാം, നമുക്ക് അതിൽ ആനന്ദിക്കാം. Thank you for watching. Thank you for watching. May God bless you. Thank you.